മാക്സിമം ബാക്കി നടക്കണല്ലേ, എന്നാലും എനിക്കുള്ള കവറാണ് 35 ഇട്ടേക്കണം. 35 എന്ന് പറഞ്ഞാൽ ബാക്കി നടക്കണല്ലേ, ബാക്ക് ഒരുപാട്. ജടായു ടൂറിസം പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നും കടക്കൽ താലൂക്ക് അനുവദിക്കുന്ന ആഹ്വാനിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് നിയാസ് ഭാരതി നടത്തുന്ന ശ്രദ്ധ ക്ഷണിക്കൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നു. കടക്കൽ താലൂക്ക് കടക്കൽ അനുവദിക്കണമെന്നും ജടായു ടൂറിസം പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിയാസ് ഭാരത് നടത്തുന്ന ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുകയാണ്. ദൂരമൊന്നും ഒന്ന് ഗ്രൂപ്പിൽ കടക്കൽ താലൂക്ക് അനുവദിക്കണമെന്നും ജടായു ടൂറിസം സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയാസ് ഭാരതിയുടെ നേതൃത്വത്തിലുള്ള ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടിയാണ് കടന്നുവരുന്നത്.
ഗാന്ധിഗ്രാമിന്റെ ചെയർമാൻ നിയാസ് ഭാരത് നയിക്കുന്ന ജഡായു ടൂറിസം പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം. കടക്കൽ താലൂക്ക്
എന്നീ ഗാന്ധിഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് നിയാസ് ഭാരതിയുടെ ശ്രദ്ധ ക്ഷണിക്കൽ സെക്രട്ടേറിയറ്റിൽ തത്സമയ ദൃശ്യങ്ങളാണ് മുദ്ര ടിവിയിൽ. നിയാസ് ഭാരതി എത്തിച്ചേർന്നിരിക്കുന്നത് നിരവധി ഗാന്ധിഗ്രാം പ്രവർത്തകർ ചടങ്ങിന്റെ ഭാഗമായി തത്സമയ സംസാരിച്ചത് നമുക്കിവിടെ സൗണ്ട് കിട്ടുന്നതൊക്കെ ഇവിടെ വന്നു അവിടെ ജണ്ട അവിടെ നേരെ പിടിക്കും. സമരപരിപാടിയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അഡ്വക്കേറ്റ് നിയാസ് ഭാരതിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ചടയങ്ങളത്തെ സ്നേഹിക്കുന്ന ചടയങ്ങളത്തിന്റെ ഹൃദയസ്പന്ദനം വായിച്ചറിയുന്ന ചെറുപ്പക്കാരും സാമൂഹ്യ പ്രവർത്തകരും ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് മദ്യത്തിനെതിരെ ഐതിഹ്യം ഉറങ്ങുന്ന കടക്കലിന്റെ മണ്ണിൽ സമരം നയിച്ച് കേരളത്തിന്റെ ഹൃദയസ്പന്ദനം ഏറ്റുവാങ്ങിയ ശ്രീ അഡ്വക്കേറ്റ് നിയാസ് ഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം കേവലം ഞങ്ങൾക്കൊരു അലങ്കാരമല്ല, ഇലക്ഷൻ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളിൽ ഇടം നേടാനുള്ള ഒരു പരിപാടിയല്ല. ഇന്നലകളിൽ എണ്ണമറ്റ സമരങ്ങളെ കണ്ടില്ലെന്നടിക്കുന്ന ഭരണ നേതൃത്വങ്ങൾ ഒരുപക്ഷേ അനീതിക്കെതിരെ പോരാട്ടം നടത്തിയ വേലുത്തമ്പി ദളവിയുടെ ഇവിടെ പ്രതിമയുള്ള ഈ മണ്ണിൽ നിന്ന് നിയാസ് ഭാരതി ചൂണ്ടുന്ന വിരലുകൾ ഈ ജനാധിപത്യ പ്രക്രിയയെ കൊഞ്ഞണം കാട്ടുന്ന ഇന്നലകളിൽ ചടയങ്കലം മണ്ഡലത്തിൽ നിരവധി തവണ MLA-മാരായവരുടെ നിഷേധങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ ഒരുപക്ഷേ ഇത്രയധികം ജനങ്ങളെ വഞ്ചിച്ച ഭരണാധികാരികൾ ചടയങ്കലം മണ്ഡലത്തിൽ മാത്രമാണ്. എനിക്ക് ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിയ നിരവധി MLA-മാരെ വാർത്തെടുത്ത ആ മണ്ണ് ഇന്ന് താലൂക്ക് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ഹൃദയസ്പന്ദനങ്ങളിൽ ഐതിഹ്യമുറങ്ങുന്ന ജഡായിപ്പാറ കാട്ടുകൊള്ളന്മാരുടെ കൈകളിൽ ഒരു പാറയായി മാറുമ്പോൾ ആ പാറ ഗവൺമെന്റ് കൈകളിൽ എത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിയാസ് ഭാരതിയുടെ മുന്നിൽ കേവലം രാഷ്ട്രീയമില്ല. ചടയങ്കലത്തെ സ്നേഹിക്കുന്ന, ചടയങ്കലത്തിന്റെ ഹൃദയസ്പന്ദനം വായിച്ചറിയുന്ന, ചടയങ്കലത്തെ ആത്മാവ് പോലെ കൊണ്ടു നടക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് ഇത്തരം ഒരു സമരപരിപാടി നടത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താനോ ഞങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കയറി നിന്നുകൊണ്ട് MLA-യോ MP-യോ ആകാനല്ല, ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന കഴിഞ്ഞ നാളുകളുടെ ജനാധിപത്യ പ്രക്രിയ വിറ്റുകാശാക്കിയവർ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് സംഘാതമാകുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് താലൂക്ക് തരാം എന്ന് പറഞ്ഞ ഓമന വാക്കുകൾ
ഇന്ന് ജഡായിപ്പാറ എത്രയോ ഐതിഹ്യമുറങ്ങുന്ന പാറ ഒരു കാട്ടുകൊള്ളന്റെ കയ്യിൽ കളിപ്പാവയായി മാറുമ്പോൾ അവിടെ അമ്പലമടക്കമുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണ് ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പാറ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് നിയാസ് ഭാരതി പറയുമ്പോൾ ഇന്നലെ ഡൽഹിയിൽ നിന്ന് സമരാജാലാന്യ ആളിക്കത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ ഹൃദയമണ്ണിൽ പറിച്ചു നട്ട ഒരുപക്ഷെ അഡ്വക്കേറ്റ് നിയാസ് ഭാരതിയെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഇന്നലകളിൽ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഞാൻ ഉറക്കെ പറയുന്നു, ഈ സമരം ഒരു സൂചനയാണ്. നാളുകളിൽ പട്ടിണി സമരങ്ങളിലൂടെ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഒരുപക്ഷെ ഞങ്ങളെ കണ്ടില്ലെന്നടിക്കുന്ന ഭരണാധികാരി വർഗത്തിനുള്ളിൽ ചിഞ്ചു റാണിയെ പോലെയുള്ളവർ, ഇന്നലകളിൽ ജനാധിപത്യ പ്രക്രിയ വെച്ച് കാശാക്കിയ മുല്ലക്കരയെ പോലെയുള്ളവർ, അങ്ങനെ ഞങ്ങളുടെ വേവലാദികൾ ആവലാദികൾ ഇലക്ഷൻ വരുമ്പോൾ ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാനും പറയുമെന്ന് പറയുന്ന രാഷ്ട്രീയ കിങ്കരന്മാർക്കുള്ള ഒരു താക്കീതാണ് ഇതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാം പറഞ്ഞിവിടെ എത്തിയ പ്രൗഢരായ ചിതറയിലെയും ചടയങ്ങളിലെയും നിരവധി ആൾക്കാരുണ്ട്. വന്ധ്യവയോധികരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, രാഷ്ട്രീയമുള്ളവരുണ്ട്, മതമുള്ളവരുണ്ട്, വർണ്ണമുള്ളവരുണ്ട്, വർഗമുള്ളവരുണ്ട്, ജാതിയില്ലാത്തവരുണ്ട്, ജാതിയുള്ളവരുണ്ട്. അവരുടെ മനസ്സിൽ ഒരു വികാരമേ ഉള്ളൂ, ഞങ്ങൾക്ക് താലൂക്ക് തരൂ സർക്കാരെ. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ അടുത്തൊരു തിരഞ്ഞെടുപ്പ് വയ്ക്കുമ്പോൾ പ്രകടന പത്രികയിലെ വെറും പാഴ്വാക്കായി മാറുമ്പോൾ ഏതു കാട്ടാറായി എന്ന് മാമകനാടിന്റെ ഹൃദയങ്ങളിൽ മാനിച്ചാത വാടുവാൻ ഒരു അഡ്വക്കേറ്റ് നിയാസ് മാത്രമല്ല, ആയിരക്കണക്കിന് നിയാസുമാർ ഒരു തുള്ളി ചോരയിൽ നിന്ന് ഉയരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട നിയാസിനെ ഈ പ്രഖ്യാപനം വായിക്കുവാനും ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ സമാരാധന നേതാവ് വരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രഖ്യാപനം വായിക്കുവാൻ ആരാധനായ അഡ്വക്കേറ്റ് നിയാസ് ഭാരതിയെ ഞാൻ വളരെ വിനയത്തോട് ക്ഷണിക്കുകയാണ്. ഹലോ. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിലേക്ക് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഗാന്ധിഗ്രാം പ്രവർത്തകരും പൊതുജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ചുരുക്കം ചില പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു വലിയ ജനകീയ സമരമായി മാറ്റുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള ആദ്യ പടി മാത്രമാണ് ഈ സൂചനാ സമരം. കാലാകാലങ്ങളായി അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് പുലർത്തുന്ന വഞ്ചനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും അതിനൊരു താക്കീത് നൽകിക്കൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് ഈ സൂചന ശ്രദ്ധ ക്ഷണിക്കൽ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വികസന സാധ്യതയുള്ള ഒരു ടൂറിസം പ്രൊജക്ടായി ലോകോത്തര ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് വിഭാവനം ചെയ്ത് 2004 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ജഡായു ടൂറിസം പ്രൊജക്ട്. ഇന്നത് തുടങ്ങിയതിനേക്കാൾ വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗവൺമെന്റ് പ്രൊജക്ടായി ആരംഭിച്ച് 2001 AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച നടപടികൾ 2004 റവന്യൂ ഭൂമി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുത്തുകൊണ്ട് 55 ഏക്കർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് ആരംഭിച്ച പദ്ധതി തുടർന്ന് വന്ന LDF സർക്കാർ സ്വകാര്യ ശില്പിയായി വന്ന ആ പ്രൊജക്ട് നടപ്പിലാക്കാൻ ജഡായുവിന്റെ ശില്പം ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയ ശില്പി ആ പ്രൊജക്ട് കയ്യേറി ഒരു സ്വകാര്യ നിക്ഷേപ സംരംഭകമാക്കി മാറ്റുകയും നാട്ടിലുള്ള പല നിക്ഷേപകരെയും ഗൾഫ് മലയാളികളെയും ഒക്കെ വഞ്ചിച്ചുകൊണ്ട് അതൊരു സ്വകാര്യ സംരംഭമാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ നാശത്തിന് തുടക്കം കുറിക്കുകയും ഇന്ന് ഭീമമായ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ അവിടെ ഏർപ്പെടുത്തേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെ തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നൽകാതെ വിഭാവനം ചെയ്ത പദ്ധതി പൂർത്തീകരിക്കാതെ അത് തുടങ്ങിയെടുത്ത് തന്നെ നാശാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ചടയമംഗലത്തുള്ളത്.
ചടയമംഗലം എന്ന പ്രദേശത്ത് മാത്രമല്ല കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അട്രാക്ഷനുമാകേണ്ട ഒരു പദ്ധതിയാണ് ചില സ്വകാര്യ നിക്ഷേപകരുടെ കയ്യിൽപ്പെട്ട് നാശത്തിന്റെ വഴിയെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള താജ്മഹൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ജടായുവിന്റെ ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമായി നമ്മുടെ പുരാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജടായുവിന്റെ ശില്പം, ഒരു പക്ഷി ശില്പം, അത് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ വിഭാവനം ചെയ്ത് ആരംഭിച്ചിട്ട് അത് ചില സ്വകാര്യ നിക്ഷേപകരുടെ കയ്യിൽപ്പെട്ട് ഊർജ്ജശ്വാസം വലിക്കുന്ന നിലയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്തണം. അത് ആദ്യം വിഭാവന ചെയ്ത പോലെ ഗവൺമെന്റ് പദ്ധതിയായി പുനഃസ്ഥാപിക്കണം. 2004 എങ്ങനെയാണോ ആ പ്രൊജക്ട് സർക്കാർ വിഭാവനം ചെയ്തത് അതേപോലെ തന്നെ ആ പ്രൊജക്ട് നടപ്പിലാക്കണം. ഗവൺമെന്റിന്റെ കീഴിൽ ആ പദ്ധതി കൊണ്ടുവന്ന് കമ്പനിയോ കോർപ്പറേഷനോ രൂപീകരിച്ച് ആ പ്രദേശത്തിന്റെ സമൂലമായ പുരോഗതിക്കും നാട്ടുകാരുടെ ക്ഷേമത്തിനും ഉതകുന്ന രീതിയിൽ ആ പദ്ധതിയെ മാറ്റിയെടുക്കണമെന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്, നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു താലൂക്കായി നിലകൊള്ളുന്ന ഒരു താലൂക്ക് കൊല്ലം ജില്ലയിലുണ്ട്. അത് കൊട്ടാരക്കര താലൂക്കാണ്. 27ഓളം വില്ലേജുകളുമായി മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അവിടെ നിന്ന് വിജയിച്ചു വരുന്ന ജനപ്രതിനിധികളുടെ സമ്മർദ്ദം മൂലം അവരുടെ പാർട്ടിക്കകത്തുള്ള പിടിവലികൾക്കിടയിൽപ്പെട്ട് ജനങ്ങൾക്ക് ദുരിതമാകുന്ന നിലയിലാണ് ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കിഴക്കൻ പ്രദേശത്തെ ജനങ്ങളുടെ അവസ്ഥ. കിഴക്കൻ പ്രദേശത്തെ ജനങ്ങൾ കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം യാത്ര ചെയ്താണ് കൊട്ടാരക്കര എന്ന താലൂക്ക് ആസ്ഥാനത്ത് എത്തിച്ചേരേണ്ടത്. എന്നാൽ പല സർക്കാർ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും താലൂക്ക് വിഭജനം നടപ്പാക്കാതെ ചില പാർട്ടികൾ തമ്മിലുള്ള കിടമത്സരം കാരണം അത് നടപ്പാക്കാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അടിയന്തരമായി കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് കടയ്ക്കൽ താലൂക്ക് എന്നുള്ള ആവശ്യം, ജനങ്ങളുടെ ആവശ്യം നടപ്പിലാക്കണം എന്നുള്ള രണ്ടാമത്തെ ആവശ്യം. ഈ രണ്ട് അടിയന്തര വിഷയങ്ങളും ജനങ്ങളുടെ അകറ്റാനുള്ള നാടിന്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ജടായു ടൂറിസം പ്രൊജക്ട് സർക്കാർ ഏറ്റെടുത്തുകൊണ്ടും കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് കടയ്ക്കൽ ആസ്ഥാനമാക്കി അടിയന്തരമായി താലൂക്ക് അനുവദിക്കണം എന്നീ രണ്ട് വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടിയുമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലേക്ക് എത്തിച്ചേർന്നത്. ഈ ആവശ്യം മാന്യമായി പരിഗണിക്കാത്ത പക്ഷം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാക്കില്ല എന്ന് ഞങ്ങൾ വിചാരിക്കും. ഇതൊരു താക്കീത് മാത്രമാണ്. ജനങ്ങളെ ദുരിതത്തിൽ അകറ്റിക്കൊണ്ട് ഒരു സർക്കാരിനും മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ്. അവിടെ നിന്ന് വിജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ ആരും അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രം താലൂക്ക് അനുവദിക്കാതെ പക്ഷഭേദപരമായി പെരുമാറിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. സ്വകാര്യ നിക്ഷേപകർ ഏറ്റെടുത്ത് ലോകോത്തര ശ്രദ്ധ നേടുന്ന ടൂറിസം പദ്ധതിയായ ജടായു ടൂറിസം പ്രൊജക്ട് പോലും നാടിനും ജനങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാതെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ഇനിയും സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് വരെ നമുക്ക് എത്തിച്ചേരേണ്ടി വന്നു. ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് മുമ്പിലേക്ക് ഞങ്ങളുടെ നിവേദനം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യം അവതരിപ്പിക്കുകയാണ്. എല്ലാവരും കൈ മുന്നോട്ട് വെച്ച് നമ്മളുടെ ഈ ശ്രദ്ധ ക്ഷണിക്കലുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയ്ക്ക്
ഗാന്ധിഗ്രാം പ്രവർത്തകരും ചടയമംഗലം നിയോജക മണ്ഡല നിവാസികളും അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും സാധ്യതയേറിയ വികസന പദ്ധതിയാണ് ജഡായു ടൂറിസം പദ്ധതി. 2005 തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്ത ജഡായു ടൂറിസം പദ്ധതി ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ചടയമംഗലവും സമീപ പ്രദേശങ്ങളിലും സമൂല വികസനം എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഇന്ന് സ്വകാര്യ നിക്ഷേപകരുടെ കയ്യിലകപ്പെട്ട് നാശത്തിന്റെ വക്കിലാണ്. അമിതമായി ഫീസ് ഈടാക്കിയും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെയും പ്രകൃതിയെ നശിപ്പിച്ചും ഗവൺമെന്റ് നിയന്ത്രണത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ച പദ്ധതി സ്വകാര്യവൽക്കരിച്ചതുകൊണ്ട് പദ്ധതി പെരുവഴിയിലാണ്. ചടയമംഗലത്തിന്റെ സ്വപ്ന പദ്ധതി ഇന്ന് കടുത്ത പ്രതിസന്ധിയിലും വിഭാവന ചെയ്ത പദ്ധതികൾ പൂർത്തീകരിക്കാത്ത അവസ്ഥയിലുമാണ്. ചടയമംഗലം പ്രദേശത്തിന്റെയും മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാന്യായ മുൻ KPC അധ്യക്ഷനും മുൻ മന്ത്രിയും മുൻ MPയും ഒക്കെയായ കേരളത്തിലെ മതേതര പോരാട്ടങ്ങൾക്ക് ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ K മുരളീധരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആർദ്രവുമായി ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുകയാണ്. എത്രയും പ്രിയപ്പെട്ട ഈ സംരക്ഷണ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് ശ്രീ റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടിയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നത്. ജഡായുപ്പാറയെ സംരക്ഷിച്ചുകൊണ്ട് പൊതുമേഖലയിൽ നിലനിർത്തുക, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാക്കി അതിനെ മാറ്റുക, ഈ ലക്ഷ്യമാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജഡായുപ്പാറയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഏറ്റവും അധികം മുൻകൈ എടുത്തത് അവിടെ MLA ആയിരുന്ന അന്തരിച്ച ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അവിടെ ആകെ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നിയോജകമണ്ഡലത്തിൽ വിജയിച്ചത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണമുണ്ടായി. അങ്ങനെയാണ് അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ പ്രോജക്റ്റ് തന്നെ അന്ന് ഉണ്ടാക്കും. പിന്നീട് വന്ന സർക്കാരുകൾ ഇതിനെ പൊതുമേഖലയിൽ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിലവിലുള്ള പിണറായി സർക്കാർ അതിനെ ടൂറിസ്റ്റ് കേന്ദ്രം ഒരു സ്വകാര്യ മേഖലയിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിനെക്കുറിച്ച് വളരെ ആശങ്കകൾ. ഇത്രയും ആ ചടയമംഗലത്തിന്റെ തന്നെ ഏറ്റവും മികച്ച ഇന്ത്യയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റാവുന്ന ജഡായുപ്പാറ അതിനെ പൊതുമേഖലയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകളെ ആകർഷിക്കാൻ തക്കവണ്ണം മികച്ച ഒരു സംവിധാനമുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് ചടയമംഗലത്തുകാരുടെ മാത്രമല്ല കേരളത്തിലെ തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അതിലും ചില കള്ളക്കളികൾ സംസ്ഥാന സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും ഭാഗത്തുണ്ടാകും. ഇതിനൊക്കെ ചില സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിക്കൊണ്ട് ഗവൺമെന്റ് ചില ധാരണകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്ന് അന്തരീക്ഷത്തിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇതിനെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ പാടില്ല, ഇത് ഗവൺമെന്റ് മേഖലയിൽ നിലനിർത്തിക്കൊണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്താലും കേരളത്തിന്റെ പ്രത്യേകത ടൂറിസത്തിന് നല്ലൊരു സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അത് ഈ അടുത്ത കാലത്തായിട്ട് വാചക കസർത്തുകളല്ലാതെ കാര്യമായിട്ടുള്ളൊരു നേട്ടം ടൂറിസം രംഗത്ത് ഉണ്ടായിട്ടില്ല. കോൺക്ലേവ് ഒക്കെ നടത്തിക്കൊണ്ടൊന്നും ടൂറിസം ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ കേരളം പുറകോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു വികാര പ്രകടനം കൂടിയാണ്.
ഏതായാലും ജടായുപാറയുടെ ആകർഷണം അത് നിലനിർത്താൻ പൊതുമേഖല മുൻകൈ എടുക്കുക, അതിനുള്ള അനുയോജ്യമായ മികച്ച പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, കേരളത്തിന് അകത്തും പുറത്തുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുക, ഇതൊക്കെയാണ് ആ പ്രദേശത്തുള്ളവരും ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കടക്കൽ പ്രദേശത്തിന്റെ വികസനം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേക താലൂക്കായി കടക്കൽ പ്രദേശത്തിനെ മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ ആണ് ഈ സമിതി ഇന്ന് ഇക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഈ സെക്രട്ടറിയുടെ മുമ്പിൽ ഇന്ന് നടത്തുന്നത്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയുണ്ട്. ഈ സർക്കാർ ഇനിയിപ്പോൾ 2 ആഴ്ചയുള്ളൂ, 2 ആഴ്ച കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം വരിക. അതിനു മുമ്പെങ്കിലും ഇതിനെ പൊതുമേഖലയിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ അടുത്തു വരുന്ന UDF ഗവൺമെന്റ് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് നിൽക്കും. കാരണം ഇതിന്റെ മുഖ്യ സൂത്രധാരകൻ ചടയമംഗലത്ത് കോൺഗ്രസ് MLA ആയിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിലാഷം അതൊരു അന്തിമാഭിലാഷമായി കണ്ടുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ഏറ്റെടുത്ത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് വന്ന ശ്രീ റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഈ സമിതി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം. അൻസാർ അഹമ്മദ് നമ്മുടെ അഭിമുഖം പോകുന്ന വേണ്ടി സംസാരിക്കും. ഏറെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രിയങ്കരായ നിയാസ് ഭാരതിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം 1957 മുതൽ നാളിതുവരെയും ചടയമംഗലം നിയോജകമണ്ഡലത്തെ പ്രതിദാനം ചെയ്തിരുന്ന MLA മാർ, അതിൽ E. ചന്ദ്രശേഖരൻ നായർ ഉൾപ്പെടെയുള്ള മന്ത്രിപുങ്കവന്മാരുണ്ടായിരുന്നു. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി വന്നിട്ടുള്ള ജനപ്രതിനിധികൾ എല്ലാ തെരഞ്ഞെടുപ്പ് വേളകളിലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ചുകൊണ്ട് ഒരു പുതിയ താലൂക്ക് അനുവദിക്കും എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കാലങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ഇതിനൊരു മാറ്റം വരുത്തുവാൻ ചെറിയൊരു ശ്രമമെങ്കിലും നടത്തിയത് ഒരു തവണ മാത്രം ചടയമംഗലം നിയോജകമണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ചില ഇടപെടലുകളാണ്. അന്നുപോലും നടക്കാതെ പോയ ആ ഒരു സ്വപ്നം കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ചുകൊണ്ട് കടക്കൽ കേന്ദ്രമാക്കി ഒരു പുതിയ താലൂക്ക് അനുവദിക്കണമെന്നുള്ള ഈ ആവശ്യത്തിന്റെ സൂചനയായി നടത്തുന്ന ഈ സമരപരിപാടി കാലാവധി പൂർത്തിയാക്കുവാൻ പോകുന്ന ഈ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഇത്തവണയും അതിനനുകൂലമായി ഒരു തീരുമാനമുണ്ടാക്കുവാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ സമരപരിപാടികൾ ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വിശാലമായ ഒരു സമരപരിപാടിയുമായി കടന്നുവരുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് താലൂക്ക് വിഭജനങ്ങൾ നടന്നപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ പുതിയതായി താലൂക്കുകൾ അനുവദിച്ചപ്പോഴും പുതിയ താലൂക്കിന് എന്തുകൊണ്ടും അർഹരായിട്ടുള്ള ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരെ വളരെ ശ്രദ്ധാപൂർവം പറ്റിച്ചുകൊണ്ട് ഒരു വികസന പരിപാടികളും നടത്തിക്കൊടുത്തില്ലെങ്കിലും കാലാകാലങ്ങളായി നമ്മുടെ വോട്ട് ബാങ്കായി നിൽക്കുന്ന ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ തെരഞ്ഞെടുക്കും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഈ നിയോജകമണ്ഡലത്തിന് അർഹമായി ലഭിക്കേണ്ടുന്ന പല വികസന പ്രവർത്തനങ്ങളും വിശിഷ്യ ഈ താലൂക്ക് വിഭജനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരിക്കുന്ന ഈ ഒരു പരിപാടി നമുക്ക് അർഹതപ്പെട്ട താലൂക്ക് കടക്കൽ കേന്ദ്രമാക്കി അനുവദിച്ചു തരണമെന്നുള്ള ഈ ആവശ്യം മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുന്നിലും
നിരവധി മന്ത്രിമാർ വിഭാവന ചെയ്ത പ്രതിനിധീകരിച്ച ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളോടും ആവശ്യപ്പെട്ടിട്ടും അനുഭാവപൂർണമായ ഒരു തീരുമാനം നാളിതുവരെയും ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരപരിപാടിയുമായി ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ ഗാന്ധിഗ്രാമിന്റെ ചെയർമാനായിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്തും കലാലയ ജീവിതത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഏറ്റവും പ്രിയങ്കരനായ സഹോദര തുല്യനായ കാണുന്ന ശ്രീ നിയാസ് ഭാരതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ശ്രദ്ധ ക്ഷണിക്കൽ സമരവുമായി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ സർക്കാരിന് മികച്ച ഒരു വരുമാനമുണ്ടാക്കുവാൻ ഉതകുന്ന തരത്തിൽ ജടായു ടൂറിസത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമാണ്. നമുക്കറിയാം, എല്ലാ ദിവസവും രാവിലെ ദിനപത്രത്തിൽ ചടയമംഗലം ഈ ടൂറിസം പദ്ധതിയെക്കുറിച്ചൊരു വാർത്ത വരാത്ത ദിവസങ്ങളില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചടയമംഗലം ജടായു ടൂറിസം പദ്ധതിയുടെ സമീപവാസികൾ സംഘടിപ്പിച്ച ഒരു സമരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പോലീസ് ഇടപെടലുകളുണ്ടായി അവരെ അറസ്റ്റിന്റെ സാഹചര്യത്തിലേക്ക് നയിച്ച ഒരു സമരം അവിടെ ഉണ്ടായി. സ്വകാര്യ സംരംഭകന്റെ കയ്യിലേക്ക് ഈ ടൂറിസം പദ്ധതി ചെന്നെത്തിയപ്പോൾ വർഷങ്ങളായി ഈ ടൂറിസം പദ്ധതിയുടെ സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന നാട്ടുകാർക്ക് അവിടേക്ക് പ്രവേശിക്കുവാനുള്ള നിരവധി വർഷങ്ങളായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ സ്വകാര്യ സംരംഭകൻ പ്രദേശവാസികളെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് ലഭിക്കേണ്ടുന്ന ലാഭം ഭീമമായ പ്രവേശന ഫീസ് ഏർപ്പെടുത്തി സ്വന്തം ഫീസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ജടായു ടൂറിസം മേഖല സർക്കാരിന് കീഴിലാക്കണമെന്നും ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് കടയ്ക്കൽ കേന്ദ്രമാക്കി താലൂക്ക് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെയും മാറി മാറി വരുന്ന സർക്കാരുകളുടെയും നടപടികൾക്കെതിരെയും തുടർന്നു വരുന്ന വലിയൊരു പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായി ഇത് കണ്ടുകൊണ്ട് കാലാവധി പൂർത്തിയാക്കുവാൻ പോകുന്ന ഈ സർക്കാർ ഈ രണ്ടു കാര്യങ്ങൾക്കും അനുകൂലമായി ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി നീട്ടുന്നില്ല. രണ്ടുപേരും കൂടെ ചുരുങ്ങിയ വാക്കുകൾ സംസാരിച്ച് പരിപാടി അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. നമ്മുടെ കടക്കൽ ഗ്രാമപഞ്ചായത്ത് അപ്പം നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമിതി ഗാന്ധിഗ്രാം ട്രസ്റ്റിന്റെ ഭാരവാഹിയായ അഡ്വക്കേറ്റ് അനൂപിനെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഗാന്ധിഗ്രാമിന്റെ ചെയർമാൻ, മറ്റു പ്രിയപ്പെട്ടവരെ, ചടയമംഗലം നിയോജകമണ്ഡലത്തോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിഗ്രാമിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് നിയാസ് ഭാരതി നടത്തിയ ശ്രദ്ധ ക്ഷണിക്കൽ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് കടയ്ക്കൽ കേന്ദ്രമാക്കി ഒരു താലൂക്ക് രൂപീകരിക്കണമെന്നും രണ്ടാമത്തെ ആവശ്യം ജടായു ടൂറിസം പദ്ധതി സർക്കാർ ഏറ്റെടുത്ത് ഈ രണ്ട് വിഷയം